യാ സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് മരണപ്പെട്ടു പോയവരെ വിളിച്ചു തേടരുത് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഡോക്ടറോട് പോയി ചോദിക്കാറില്ലേ? നിങ്ങൾ ജോലിക്ക് ആളെ വിളിക്കാറില്ലേ എന്നൊക്കെ ചോദിക്കുന്ന വിഡ്ഢി ചോദ്യങ്ങൾ, അത് സാമാന്യ ബുദ്ധിയെ വെല്ലുവിളിക്കുന്ന വിവരമില്ലാത്ത ചോദ്യമാണ് എന്ന് എത്ര എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഇത് രണ്ടും ഒരുപോലെയല്ല. മരിച്ചവരെ വിളിച്ചു പ്രാർത്ഥിക്കുക, അവരോട് എന്തെങ്കിലും സഹായം തേടുക എന്നത് ശിർക്കാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്, യാതൊരു സംശയവും അക്കാര്യത്തിലില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുന്നു, ഓ നബിയെ, ഖബറുകളിലുള്ളവരെ കേൾപ്പിക്കാൻ താങ്കൾക്ക് സാധ്യമല്ല. ഖബറുകളിലുള്ളവർ കേൾക്കുകയില്ല, അവരുടെ ഈ ലോകവുമായുള്ള ബന്ധം അറ്റുപോയിരിക്കുന്നു എന്നതാണ് ശരി. നോക്കൂ, നിങ്ങൾ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ തെളിവന്വേഷിക്കുന്നവർ പരിശുദ്ധ ഖുർആനിൽ മുഴുവൻ അത് തെരഞ്ഞാൽ അവർക്ക് കാണുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ അത് തെരഞ്ഞാൽ അവർക്ക് കാണുകയില്ല. അല്ല, ഖുർആൻ അള്ളാഹു അവതരിപ്പിച്ചത് അള്ളാഹുവിനോട് മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണമെന്ന് പറയാനാണ്. അള്ളാഹു നബിമാർ മുഴുവൻ നിയോഗിക്കപ്പെട്ടത് തൗഹീദിന് വേണ്ടിയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ അല്ലാതെ ആരാധിച്ചുകൂടാ, അവനോടല്ലാതെ പ്രാർത്ഥിച്ചുകൂടാ എന്ന് പഠിപ്പിക്കാനാണ്. പക്ഷേ നോക്കൂ, ബിദ്അത്തിന്റെ ബദാലത്തിന്റെ കക്ഷികൾ എപ്പോഴും ആളുകളെ വഴിതെറ്റിക്കാൻ അവിടെ നിന്നും ഇവിടെ നിന്നും എന്തെങ്കിലും കിട്ടുമോ എന്ന് അന്വേഷിക്കും. അങ്ങനെ അവർ പറയാറുള്ള ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിൽ കൊല്ലപ്പെട്ട മുശ്രിക്കുകളോട് പോയി സംസാരിച്ചു എന്നത്. നോക്കൂ, മരിച്ചവരെ വിളിച്ചു തേടാൻ ഇതാണ് തെളിവ്. മരിച്ചവരെ വിളിച്ചു തേടാൻ എന്താണ് തെളിവ്? അബൂജഹൽ ഫിർഔൻ ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ ഫിർഔൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടവനാണ് ആര്? അബൂജഹൽ. ഇസ്ലാമിന്റെ കൊടിയ ശത്രുവാണ്. സുബ്ഹാനല്ലാഹ്, ഇസ്ലാമിന്റെ കൊടിയ ശത്രുവാണിരുന്നവൻ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത വിളിച്ചിരുന്നവനായിരുന്നു. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സഹാബി ഉഹദിന്റെ യുദ്ധരണാങ്കണത്തിൽ നിൽക്കവേ രണ്ട് കുട്ടികൾ, ചെറിയ പ്രായത്തിലുള്ള രണ്ടുപേർ, അപ്പുറത്തും ഇപ്പുറത്തു നിന്നും അബ്ദുറഹ്മാൻ ബിൻ ഔഫിനോട് ചോദിക്കാൻ, അയിന അബൂജഹൽ, എവിടെ അബൂജഹൽ? അബ്ദുറഹ്മാൻ ബിൻ ഔഫ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്ന മുതിർന്ന സഹാബിയാണ്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ചോദിച്ചു, എന്താ മക്കൾ, നിങ്ങൾക്ക് അബൂജഹലുമായിട്ട് എന്താണ് ഇടപാട്? അപ്പൊ ഈ കുട്ടികൾ പറഞ്ഞു, കാന യസുബ്ബു റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത വിളിക്കുന്നവനായിരുന്നവൻ, അവൻ ഞങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് പറഞ്ഞു. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് അബൂജഹലിനെ കണ്ടപ്പോൾ കാണിച്ചു കൊടുത്തു, ഇതാ മക്കളെ തെരഞ്ഞെടുക്കുന്ന ആളിതാണ്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് പറയുകയാണ്, രണ്ടുപേരും കുതിച്ചു. ആരാണ് ചെയ്തതെന്നറിയില്ല, അബൂജഹലിനെ തീർത്തു കളഞ്ഞു. രണ്ടുപേരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരികിൽ രണ്ടുപേരും വന്നാണ്, ഞാനാണ് എന്ന് പറഞ്ഞു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രണ്ടുപേരുമാണ്. ബുഖാരിയുടെ സഹീഹിൽ ഈ ഹദീസ് നമുക്ക് കാണാം. ഇങ്ങനെ നോക്കൂ, മുസ്ലിം ഉമ്മത്തിലെ കുരുന്നു മക്കൾക്ക് പോലും അങ്ങേയറ്റത്തെ വെറുപ്പ് മനസ്സിലുള്ള സാബു റസൂലില്ല, അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഭിമാനത്തെ മുറിവേൽപ്പിക്കാൻ ശ്രമിച്ചവൻ. സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിഷേധിച്ച എല്ലാവരും ഒരുപോലെയാണോ? അവരെല്ലാവരും കുഫറിൽ ഒരുപോലെയാണ് എങ്കിലും, അഥവാ അടിസ്ഥാനപരമായി കാഫറുകളാണ്, നരകത്തിൽ ശാശ്വതരാണ് എങ്കിലും അവരിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത വിളിക്കുന്നവനും ചീത്ത വിളിക്കാത്തവനും ഒരുപോലെയല്ല. രണ്ടുപേരും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്, വലിയ വ്യത്യാസം. സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുന്നില്ല എങ്കിലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മാന്യമായ വാക്ക് മാത്രം പറയുന്ന, ബഹുമാനത്തിന്റെ വാക്ക് പറയുന്ന ആളുകളുണ്ട് മുസ്ലിമീങ്ങളല്ലാത്തവരിൽ. അവൻ ആ മാന്യത പാലിച്ചിരിക്കുന്നു. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഭിമാനത്തെ മുറിപ്പെടുത്താൻ ശ്രമിക്കുന്നവൻ കുഫറിന്റെ മുകളിൽ കുഫറിലാണ്. അവന്റെ കുഫറിന്റെ മുകളിൽ കുഫറിലാണ് അവനുള്ളത്. കുഫർ പല ദറജാത്താണ്, ഈമാൻ പല പദവികളാണ് എന്നതുപോലെ അവൻ അതിന്റെ മുകളിൽ അള്ളാഹുവിന്റെ ശിക്ഷ ഉണ്ടായിരിക്കും. ഒരു ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിൽ മുസ്ലിമീങ്ങൾ അവർക്ക് ഭരണമോ അധികാരമോ ഇല്ലാത്ത നാട്ടിലെ കാര്യമല്ല ഈ പറയുന്നത്.
അങ്ങനെയുള്ള നാടുകളിൽ മുസ്ലിമീങ്ങൾ ഇതുപോലുള്ള ഹദ്ദുകൾ, ഇസ്ലാമിക ശിക്ഷകൾ നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ എന്താണ് സംഭവിക്കുക? കൂടുതൽ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക, കൂടുതൽ അപകടങ്ങളാണ് ഉണ്ടാവുക, കൂടുതൽ നബിയെ ചീത്ത വിളിക്കുന്നവൻ പൊട്ടിപ്പുറപ്പെടുകയാണ് ഉണ്ടാവുക. പക്ഷേ ഒരു ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത വിളിച്ചവനുള്ള ശിക്ഷ വധശിക്ഷ മാത്രമാണ്. അതിൽ കുറഞ്ഞ യാതൊന്നുമില്ല. ചില പണ്ഡിതന്മാർ പറയുകയുണ്ടായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ചീത്ത വിളിച്ചവർക്ക് ജീവിതത്തിൽ മാപ്പ് കൊടുത്തിട്ടുണ്ടല്ലോ. അബ്ദുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ പോലെയുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ അതിന് മറുപടി പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹക്കാണത്. നബിയുടെ വ്യക്തിപരമായ ഹക്ക്, നബിക്ക് ജീവിച്ചിരിക്കെ മാപ്പ് കൊടുക്കാൻ അവകാശമുണ്ട്. റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം അത് കഴിഞ്ഞ് നമുക്കതിന് അവകാശമില്ല. വധശിക്ഷ മാത്രം, അതിൽ കുറഞ്ഞ യാതൊന്നുമില്ല. മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഭിമാനത്തെ വ്രണപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ വിശാലമായ കാര്യമല്ല. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥത്തിന്റെ പേര് തന്നെ അസ്സാരിമുൽ മസ്ലൂൽ അലാ ഷാതിമിർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത പറഞ്ഞവന് എതിരിൽ ഊരിപ്പിടിച്ച വാൾ എന്നാണ് ആ കിതാബിന്റെ തലക്കെട്ടു തന്നെ. അപ്പൊ നോക്കൂ, ഇങ്ങനെയുള്ള അങ്ങേയറ്റം കൊടിയ കാഫിറായ ഈ ഉമ്മത്തിലെ ഫിറഔനായ അബൂ ജഹൽ, അവനടക്കമുള്ള മുശ്രിക്കുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ബദറിൽ അവർ കൊല്ലപ്പെട്ടതിന് ശേഷം അവരോട് സംസാരിച്ചത് ചില ആളുകൾക്ക് ആരോട് വിളിച്ചതാണുള്ള തെളിവാണത്ര, അള്ളാഹു അല്ലാത്തവരെ വിളിച്ചതാണ് തെളിവ്. സുബ്ഹാനല്ലാഹ്, ഇത് കൂടുതൽ തെളിവാവുക ആരെ വിളിച്ചു കേടാനായിരിക്കും? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. മഹ്ദി ശേഖനെ പോലെ അല്ലെങ്കിൽ ബദരീങ്ങളെ പോലെ മുസ്ലിമീങ്ങളായ ആളെ, മരിച്ചുപോയവരെ വിളിച്ചു തേടാനായിരിക്കും ഇത് കൂടുതൽ തെളിവാവുക? അതല്ല മറ്റു പലരും വിളിച്ചു തേടുന്ന അവരുടെ ഏതെങ്കിലും വിലാഹുകളെ, പേരുകൾ ഞാൻ പറയുന്നില്ല, നിങ്ങൾ ആലോചിച്ചാൽ മതി, അവർ വിളിച്ചു തേടാനായിരിക്കും ഇത് കൂടുതൽ തെളിവാവുക? ഒന്നുകൂടി യോജിക്കാൻ അപ്പുറത്തല്ലേ? കാരണം അതും കാഫറാണ്, ഇതും കാഫറാണ്. മുസ്ലിമീങ്ങളായ ആളുകളെ, ഔലിയായിനെ, അംബിയായിനെ വിളിച്ചു തേടാൻ തെളിവാകുന്നതിനേക്കാൾ ഇപ്പുറത്ത് തെളിവാകും. കാരണം അവർ കേട്ടെങ്കിൽ ഇവരും കേൾക്കണ്ടേ? അപ്പൊ സുബ്ഹാനല്ലാഹ്, ആ തെളിവ് ബാത്തിലാണ്, ഇത് ഒരു തെളിവല്ല എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണിത്. അവിടെ എന്താണ് സംഭവിച്ചത്? ഇമാം ഖറ്റാദ ഇബ്നു ദിആമ സദൂസി റഹിമഹുല്ലാഹ്, മഹാനായ താബിഈ, അദ്ദേഹം പറഞ്ഞത് കാണാം, അഹ്യാഹുമുല്ലാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി അള്ളാഹു അവരെ ജീവിപ്പിച്ചു, നബിയുടെ ശബ്ദം അവരെ കേൾപ്പിക്കാൻ. അതുകൊണ്ടാണ് നോക്കൂ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബിയുടെ ഈ സംസാരം കേട്ടപ്പോൾ നബി അവരോട് പോയിട്ട് എന്താണ് പറഞ്ഞത്? സഹായം തേടിയതാണോ? അല്ല, അള്ളാഹു ഞങ്ങൾക്ക് നൽകിയ വാഗ്ദാനം സത്യമായി പുലർന്നിരിക്കുന്നു, നിങ്ങൾക്ക് അള്ളാഹു നൽകിയ വാഗ്ദാനം അത് സത്യമായി പുലർന്നില്ലേ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത്. ഉമർ ചോദിച്ചു, നബി അവർ കേൾക്കുമോ? നിങ്ങൾ പറയൂ, ഉമർ ഇബ്നുൽ ഖത്താബ് അവർ കേൾക്കുമോ എന്ന് ചോദിക്കണമെങ്കിൽ ഉമറിന്റെ വിശ്വാസം എന്തായിരിക്കണം? അവർ കേൾക്കുകയില്ല എന്നതാണ് വിശ്വാസം. അതുകൊണ്ടാണ് ആ ചോദ്യം ചോദിക്കുന്നത്. അല്ലോ, ഇപ്പൊ സഹാബത്തിനിടയിലൊക്കെ ഒരു സംശയവുമില്ലാതെ അറിയപ്പെട്ട കാര്യമാണ് മരിച്ചവരൊക്കെ കേൾക്കും എന്നാണെങ്കിൽ ഉമർ എന്തിനാ ചോദ്യം ചോദിക്കണം? റളിയല്ലാഹു അൻഹു. ഈ ആളുകൾ പറയുന്നത് എന്താണ്? മരിച്ചവരും ജീവിച്ചവരും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല എന്ന് മാത്രമല്ല, ചില മുസ്ലിയാക്കന്മാർ പറയുന്നത് കേട്ടാൽ തോന്നും മരിച്ചവരെക്കാൾ പവർ ആർക്കാണ്, ജീവിച്ചിരിക്കുന്നവരെക്കാൾ പവർ ആർക്കാണ്? മരിച്ചവർക്കാണ്. ജീവിച്ചിരിക്കുന്നപ്പോൾ അങ്ങാടിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന മുസ്ലിയാരതാ മരിച്ചപ്പോ വിമാനങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ആളായി മാറി. ജീവിച്ചിരുന്നപ്പോ ഒരു മൂലയിൽ കിടന്നുറങ്ങിയിരുന്ന ഒരാൾ മരിച്ചപ്പോൾ അതാ ആകാശഗോളങ്ങളെ കയ്യിലിട്ട് അമ്മാനമാടുന്ന ആളായി മാറി, ചില മുസ്ലിയാക്കന്മാരുടെ സംസാരപ്രകാരം. അപ്പൊ മരിച്ചപ്പോഴാണ് ആൾക്ക് പവർ കൂടിയത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്.